ഹായ് ഗഡീസ്, വെൽക്കം ബാക്ക് ടു ട്രക്കി സ്റ്റോറീസ്. അപ്പോൾ കുഞ്ചോക്ക് ബോബൻ, നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ്റെ ഏറ്റവും പുതിയ സിനിമ ജിത്തു അഷ്റഫിൻ്റെ ഡയറക്ഷനിൽ ഷാഹി കബീറിൻ്റെ രചനയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാം. അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. അത്രയും ഒരു കിഡിലോസ്കി പടം. എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് മാറുന്നില്ല. കാരണം നമ്മൾ ഇന്നലെ സിനിമ കണ്ടത് റിവ്യൂ എടുക്കുന്നതാണ്. രാത്രി ലേറ്റായി പോയി, കുറേ പേരുള്ള കാരണം. പക്ഷേ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. രണ്ടാമത് ഒരു വട്ടം കൂടി പോയിട്ട് സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്നുള്ള അതേ ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. സമയം കിട്ടുകയാണെങ്കിൽ എന്തായാലും അടിപൊളിയൊരു റീസെൻ്റ് കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജാണറിലുള്ള ഒരു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഫസ്റ്റ് ഫ്രെയിം തൊട്ട് തന്നെ, അതായത് നമ്മുടെ ചാക്കോച്ചൻ്റെ ഇൻട്രോ തൊട്ട് തന്നെ പടത്തിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് ക്ലിയർ ആവും. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത് കാണിക്കാനായിട്ട് ആ ഒരു ഒറ്റ ഷോട്ടിൽ സംവിധാനം സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കിട്ടില്ല പരിപാടിയാണ് ഇൻട്രോ. അടിപൊളി. ചാക്കോച്ചൻ ഇങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്പിയറൻസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറൈസേഷനിൽ നമ്മൾ ഇത്രയും ഡെപ്തുള്ള ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടുണ്ടാവില്ല. അത്ര എഫേർട്ട് എടുത്തുള്ളൊരു കിട്ടിലും പടം തന്നെയാണ്. നമുക്ക് ടെക്നിക്കൽ വൈസ് ഒരുപാട് സംസാരിക്കാറുണ്ട്. കാരണം ടെക്നിക്കലി തിയേറ്ററിക്കലി ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ, അമ്മൊരു ഔട്ട്പുട്ടുള്ള സിനിമ. ഇതിൻ്റെ ഇൻപുട്ട് കൊടുത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് ട്രെയിനിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ട്രെയിലർ കണ്ടപ്പോഴും തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു സിനിമയുടെ ഔട്ട്കം എന്തായിരിക്കും വരാൻ പോകുന്നത്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ് സിനിമയ്ക്ക് വർക്ക് ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ മാർട്ടിൻ പ്രക്കാട്ടാണ്. അതുപോലെ രഞ്ജിത്ത് നായർ ആൻഡ് സിബി ചാവറ പ്രൊഡക്ഷനിലുണ്ട്. റോബി വർഗീസ് രാജാണ് ക്യാമറ. സിനിമോട്ടോഗ്രാഫി ഒന്നും പറയാനില്ല. സിനിമോട്ടോഗ്രാഫിക്ക് എന്താ പറയുക, അതേപോലെ ഒത്ത് നിൽക്കുന്ന എഡിറ്റ് ആൻഡ് കട്ട്സ് ചമൻ ചാക്കോ റീസെൻ്റ് ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളാണെങ്കിലും ഒരു രീതിയിൽ നിരാശപ്പെടുത്താത്ത വർക്കുകളാണ്. ഇതിലാണെങ്കിലും അത് 5 seconds ഒക്കെ ആൾ എടുക്കുന്ന സമയത്ത്, കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എഫക്റ്റീവാണ്. തിയേറ്ററിൽ കാണുന്ന സമയത്ത് എന്താ പറയുക, ആളൊരു കാലിബർ പറയാതിരിക്കാൻ സാധിക്കില്ല. അതുപോലത്തെ ഒരു സിനിമോട്ടോഗ്രാഫി ബൈ റോബിൻ വർഗീസ് ആൻഡ് ചമൻ ചാക്കോ ബൈ കട്ട്സ്. ഒരു രക്ഷയില്ല, അടിപൊളി പരിപാടി. മ്യൂസിക് ജെ എക്സ് ജോയ് ആണ്. ജെ എക്സ് ജോയുടെ ഫസ്റ്റത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുതൽ അങ്ങനെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സോങ് ഉണ്ട്. അടിപൊളി സോങ്ങാണ്. എല്ലാ സോങ്സും അടിപൊളിയാണ്. നമ്മൾ കണ്ണൂർ സ്കോഡ് സിനിമയിലത്തെ പോലെ ഇവർ പുറത്തേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു സീനുണ്ട്. ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫ് ഫുൾ അവിടെ തന്നെയാണ്. ആ സീനിൽ വരുന്ന ഒരു സോങ് ഉണ്ട്. അതൊരു അടിപൊളി സോങ്ങാണ്. എല്ലാ സോങ്ങുകളാണെങ്കിലും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതിനേക്കാൾ ഉപരി ഭയങ്കര ഇൻ്റർനാഷണൽ ലെവലിൽ കീപ്പ് ചെയ്തിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്താ പറയുക, വില്ലന്മാരൊക്കെ വരുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസൊക്കെ സുഷിനൊക്കെ ചെയ്യുന്ന പോലെ വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പക്ഷേ സുഷിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിലാണ് സിനിമയിൽ പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ളത്. കിട്ടില്ല പരിപാടി, ഒരു രക്ഷയില്ല. എന്തൊക്കെ പറഞ്ഞിട്ട് എക്സൈറ്റ്മെൻറ്റ് മാറുന്നില്ല. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് ഇത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള ഇരുന്നിട്ടില്ല. നമ്മൾ രാവിലെ എണീറ്റിട്ടും ആ സിനിമയുടെ ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ ആ സിനിമ അത്രയും വൻ വിജയമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. സോ അടിപൊളി സിനിമയാണ്. അതുപോലെ തന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിക്കണം. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ശങ്കരൻ എസ് ആൻഡ് കെ സി സിദ്ധാർത്ഥൻ ആൻഡ് വിഷ്ണു സുജാതൻ. ഈ 3 പേര് പേരെടുത്ത് പറയണം. കാരണം മിക്സിങ് ചെയ്തിട്ടുള്ള രീതി, അത് ഈ പടത്തിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ചെവിടിന് നമുക്ക് റെസ്റ്റ് ഉണ്ടായിട്ടില്ല. അതേപോലെയാണ് സൗണ്ട്. ഭയങ്കര ലൗഡായിട്ടുള്ള സിനിമയാണ്. പിന്നെ ഏറ്റവും ഒരു സ്പെഷ്യലായിട്ട് തോന്നിയത് ഒരു ഇതിനെ വളരെ തികച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീൽ തന്നെ എന്താണെന്ന് വെച്ചാൽ, ഈവൻ 5-ാം പാതിര പോലുള്ള സിനിമയിലാണെങ്കിൽ പോലും നമുക്ക് ശ്രീനാഥ് ബാസിയുടെ പോർഷൻ, അങ്ങനെ കുറേ പോർഷൻസ് നമുക്ക് ഒരു റിലാക്സ് ചെയ്യാനുള്ള ഒരു മൂഡ് സംവിധായകൻ ഇട്ട് തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ ഫസ്റ്റ് ഷോട്ട് മുതൽ റിലാക്സേഷൻ എന്നുള്ളൊരു പോർഷൻ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഈ സിനിമയിലില്ല. കാരണം ഫുൾ ടൈം നമുക്ക് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഭയങ്കര ത്രില്ലടിച്ച് ടെൻഷൻ അടിച്ച് അല്ലാതെ ഈ സിനിമ കാണാനായിട്ട് സാധിക്കില്ല. പടം കഴിഞ്ഞ വരെ തന്നെയാണ് മൂഡ്. സിനിമയും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നറേഷൻ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിലേക്ക് നമ്മളെത്തും. പക്ഷേ ഇത് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതി, അത് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള രീതി, ഡയറക്ഷൻ ചെയ്ത് നമ്മളിലേക്ക് ഇതാണ് സീൻ എന്നുള്ളത് അല്ലെങ്കിൽ ഇതാണ് ഉണ്ടാവുന്നുള്ളത് നമുക്കറിയാം. ബട്ട് അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് തന്നിട്ടുള്ള രീതി കിട്ടിലും പരിപാടിയാണ്. ജിത്തു അഷ്റഫ് ഹാറ്റ്സ് ഓഫ് മാൻ. കിട്ടിലും പരിപാടി, ഒരു രക്ഷയില്ല. എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവുന്നില്ല. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. കാസ്റ്റ് പറയുമ്പോൾ മെയിൻ ക്യാരക്ടർ കുഞ്ചോകോവൻ തന്നെയാണ്. കുഞ്ചോകോവൻ്റെ പേരായിട്ട് അല്ലെങ്കിൽ വൈഫായിട്ട് വന്നിട്ടുള്ളത് പ്രിയാമണിയാണ്. പ്രിയാമണിനെ ഒരുപാട് നാൾക്ക് ശേഷം സ്ക്രീനിൽ കാണുമ്പോൾ ഓക്കെ ഹാപ്പി ആയിരുന്നു. എനിക്ക് പ്രിയാമണിയുടെ ക്യാരക്ടർ വേറെ ആരെങ്കിലും ചെയ്താൽ മതിയാണെന്നുള്ള പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പക്ഷേ പടത്തിനോട് ലാസ്റ്റിലേക്ക് അടുക്കും തോറും ഓക്കെ അവർ തമ്മിലൊരു കെമിസ്ട്രി വർക്കായിട്ട് ഫീൽ ചെയ്തെടുത്ത്. പിന്നെ മെയിൻ ക്യാരക്ടർ പറഞ്ഞാൽ ജഗദീഷാണ്. ജഗദീഷ് ആസ് യൂഷ്വൽ ക്യാരക്ടർ റോളുകൾ ചെയ്ത് വന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ക്യാരക്ടർ റോളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മീനാക്ഷി ഉണ്ട്, ടോപ്പ് സിംഗറിൻ്റെയൊക്കെ അറിയാലോ, ആങ്കർ ആയിരുന്ന കുട്ടി, നല്ലൊരു ക്യാരക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ റംസാനെ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകൾ ആൾ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് പെർഫോം ചെയ്യാനായിട്ട്, ഈ ഡാൻസും പരിപാടിയും അല്ലാണ്ട് കുറച്ച് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സ്കോപ്പ് കിട്ടിയൊരു സിനിമയായിരുന്നു. ആൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിലാലു ക്ലീൻ ഷേവ് അടിച്ചുള്ളൊരു പോലീസ് ക്യാരക്ടറായിട്ടാണ്. ഫുൾ മഫ്തിയിലാണ് ആസ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. മഫ്തിയിലാണ് ഫുൾ ടൈം, യൂണിഫോമിലൊന്നും ആൾ കണ്ടിട്ടില്ല നമ്മൾ. പിന്നെ ഏറ്റവും എടുത്ത് പറയാനുള്ളത് വിശാഖ് അല്ലെങ്കിൽ വൈശാഖ് നായർ, നമ്മുടെ കുപ്പിയുടെ ക്യാരക്ടർ. കുപ്പീനെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് കുപ്പീനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം കുപ്പിക്ക് ഈ സിനിമയിൽ കൂടുതൽ ക്യാരക്ടർ ട്രെയിലർ കണ്ടിട്ടുള്ള മനസ്സിലാക്കിയത് സ്പോയിലർ ഒന്നല്ല, അതേപോലെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അവൻ്റെ ഒപ്പത്തിനുള്ള ഒരു 4-5 പിള്ളേർ, 2 ഗേൾസും ബാക്കി 3 ചെക്കന്മാരും. എൻ്റെ പൊന്നി, ഇത്രയും നാൾ ഇതേപോലെ കുറേ നാൾക്ക് ശേഷം ഇതേപോലെ നമ്മളെ പേടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വെറുപ്പിച്ചിട്ടുള്ള ഇതുപോലത്തെ വില്ലന്മാർ അവരെ കയ്യിൽ കിട്ടി നേരിട്ട് കിട്ടി എങ്ങനെയെങ്കിലും ഇടിച്ച് കൊല്ലണം എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഫീലാണ് നമുക്ക് എല്ലാവരും തന്നിട്ടുള്ളത്. കാരണം അതേപോലത്തെ അഭിനയം, അതേപോലത്തെ വാക്കിന് ഒപ്പം ജെയ്സ് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ
ഫുൾ പരിപാടി അടിപൊളിയാണ്. അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്തുള്ള ഒരു ടീമായിട്ടാണ് ഇവർ കാണിക്കുന്നത്. ഓഫ് കോഴ്സ് സിനിമയിൽ കണ്ട പോലെ ഡ്രഗ് അഡിക്റ്റ് ആണ് എല്ലാവരും. കുപ്പിയുടെ ക്യാരക്ടർ സംസാരിക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത വൈബാണ്. എന്താ പറയുക, ഭയങ്കര രസമായിട്ടുണ്ട്. കുപ്പിയുടെ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാവരും മോശമല്ല, എല്ലാവരും അടിപൊളിയാണ്. അവരെ പേരറിയാത്തതുകൊണ്ടാണ് എല്ലാവരും ആ ക്യാരക്ടറും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവർ തന്നെയാണ് സിനിമ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് പറയുമ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചാക്കോച്ചൻ്റെ ഒപ്പം തന്നെ ഏറ്റവും എടുത്ത് പറയാൻ സാധിക്കുന്ന 5 പിള്ളേരാണ്. ഒരു രക്ഷയില്ല. ഇനി ഒരുപാട് സിനിമയിൽ ഒരുപാട് റോളുകൾ കിട്ടട്ടെ. കാരണം അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് കുപ്പീനെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. കുപ്പീനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടായി കുപ്പിക്ക് വേണ്ടതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇവർ കിട്ടിയില്ല. ആൾ കാലിബറിനുള്ള ക്യാരക്ടേഴ്സ് ഇനി വരാനുണ്ട്. അതിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. പടത്തിൻ്റെ ക്ലൈമാക്സിനൊക്കെ അടുക്കുമ്പോഴേക്കും നമ്മുടെ അഡ്രിനാലിൻ ബൂസ്റ്റായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമ കഴിയണം, നമ്മൾ ഉദ്ദേശിച്ച സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടണം, അതേപോലെ ആവണം എന്നുള്ളൊരു അത്രയും കലിപ്പ് വരും. അത് കാണുമ്പോൾ അത് ഫീൽ ചെയ്യും. അതിനനുസരിച്ച് തന്നെ 100% മുകളിലായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടിയിട്ടുള്ളൊരു കിട്ടില്ല മലയാള സിനിമ തന്നെ എടുത്ത് പറയണം. കാരണം മലയാള സിനിമയുടെ ഏറ്റവും ഉന്നതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ടെക്നിക്കലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഇതുപോലെ സൗണ്ട് ആയിട്ടുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് കിട്ടില്ല പരിപാടി. ഒന്നും പറയാനില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരിക്കലും മിസ്സാക്കാണ്ടിരിക്കാൻ, നെവർ മിസ് ഇൻ തിയേറ്റേഴ്സ്. ബിക്കോസ് ഇങ്ങനെ ഒരു സിനിമയൊക്കെ നമ്മൾ OTT വരാനോ കാര്യങ്ങൾക്കൊന്നും വെയിറ്റ് ചെയ്തിരിക്കരുത്. അത്രയും ഇമോഷണലി കണക്ട് ആയിട്ടുള്ള സ്റ്റോറി ബേസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു മൂവി. സാധാരണ ഇമോട്ടീവ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇത്രയും നമുക്ക് പ്രേക്ഷകരിൽ കണക്ട് ചെയ്യാനായിട്ട് റൈറ്റർക്കും ജിത്തു അഷ്റഫിനും സാധിച്ചിട്ടുണ്ട്. ചാക്കോച്ചൻ്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. ചാക്കോച്ചൻ ഏതോ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുടെ 40s. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് മസ്റ്റ് വാച്ച് ചെയ്യുക. ദെൻ ബൈ ഫ്രം ട്രക്കീഡ് സ്റ്റോറീസ്.